കോൺഗ്രസ് നേതാവ് കെ മുരളീധരന് വേണ്ടി കോഴിക്കോട് പോസ്റ്റർ. കോഴിക്കോട് നടക്കാവിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്ന് പോസ്റ്ററിൽ പറയുന്നു. വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ മാധ്യമങ്ങളുടെ പൊതുജനങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ഈ പോസ്റ്റർ ഇവിടെ വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നടക്കാവിൽ മാത്രമല്ല, നടക്കാവ് എന്ന് പറയുന്നത് കെ മുരളീധരന്റെ വീടിരിക്കുന്ന സ്ഥലമാണ്. അതിനപ്പുറത്ത് മറ്റു ചില സ്ഥലങ്ങളിലും ഈ പോസ്റ്റർ ഉള്ളതായി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിന്റെ ഹെഡിങ്. ആ രീതിയിലാണ് പോസ്റ്റർ ആരംഭിക്കുന്നത്. അങ്ങ് പോരാട്ടത്തിനിറങ്ങിയത് ഈ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരുടെയും അഭിമാനം സംരക്ഷിക്കാനാണ്. മതേതരത്വത്തിനായി അചഞ്ചലമായി നിലകൊണ്ടതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ പോരാട്ട ഭൂമിയിൽ വെട്ടേറ്റുള്ളത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് തുടങ്ങുന്ന പോസ്റ്ററുകളാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നഗരം കേന്ദ്രീകരിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലൊന്നുമില്ല. പ്രധാനമായിട്ടുള്ളത് കെ മുരളീധരന്റെ വീടിരിക്കുന്ന വസതിക്ക് സമീപം ഈ പോസ്റ്റർ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം നടക്കാവിലും CH ജംഗ്ഷനിലും ഒക്കെ CH ബ്രിഡ്ജിന്റെ താഴെയും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കെ മുരളീധരൻ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വവുമായി കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് കെ മുരളീധരനെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ബലിയാടാക്കുന്നു എന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയമാണ് ഈ പോസ്റ്ററിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് പ്രിയപ്പെട്ട KM, നിങ്ങൾ മതേതര കേരളത്തിന്റെ ഹൃദയത്തിലാണ്. നയിക്കാൻ നായകൻ വരട്ടെ എന്നുള്ളതാണ്. അതായത് കെ മുരളീധരനെ പ്രധാന ചുമതലയിലേക്ക് എത്തിക്കണം എന്നൊരു കാര്യം കൂടിയാണ് ഈ പോസ്റ്ററിൽ കൂടെ പറഞ്ഞു വെക്കുന്നത്. ആരാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാലും DCC നേതൃത്വത്തിന്റെ പ്രതികരണമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്.